രാജ്യത്തിന്റെ താൽപര്യങ്ങൾ ഹനിക്കുന്ന ഒരു കരാറിലും രാജ്യം ഒപ്പുവെക്കില്ലെന്നും വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി. അമേരിക്കയും ഇറാനുമായുള്ള 2 മാസത്തെ ഇടക്കാല സമാധാന കരാറിൽ ഇനി തീരുമാനം കൈക്കൊള്ളേണ്ടത് ട്രംപ് ആണെന്ന് US മാധ്യമങ്ങൾ. അതിനിടെ ഒമാനെയും പ്രശ്നത്തിലേക്ക് വലിച്ചിടാനുള്ള അമേരിക്കൻ നീക്കം ഗൾഫ് രാജ്യങ്ങളെ ഞെട്ടിച്ചു. മറ്റ് രാജ്യങ്ങളെ പോലെ പെരുമാറിയില്ലെങ്കിൽ ഒമാനെയും തകർക്കുമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന. ഇതിന് പിന്നാലെ ഒമാന് മുന്നറിയിപ്പുമായി US ട്രഷറി വകുപ്പും രംഗത്ത് വന്നു. ഹോർമുസ് നിയന്ത്രണം കൈവിടില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. ലബനാനിലും ഗസയിലും കുരുതി തുടർന്ന് ഇസ്രായേൽ ഗസയുടെ 70% കൈക്കലാക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി നെതന്യാഹു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നാസർ, സാഹചര്യങ്ങൾ എത്ര കണ്ട സങ്കീർണമാണ്? പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപ് എന്തുകൊണ്ടാണ് ഒമാനെതിരെ രംഗത്ത് വരുന്നത്? വിനീഷ, ആദ്യം നമ്മൾ സൂചിപ്പിക്കേണ്ടത് ഒരു പോസിറ്റീവ് വാർത്തയാണ്. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഈ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് ട്രംപിന്റെ ഒരു അന്തിമ അനുമതിയാണ്. ആ അനുമതി ലഭിക്കുകയാണെങ്കിൽ 2 മാസത്തേക്കുള്ള സമാധാന കരാർ നിലവിൽ വരും. അത് ഇനി ട്രംപ് ഏത് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളും എന്നത് പ്രധാനമാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു കരാറിലും തങ്ങൾ ഒപ്പുവെക്കുക ില്ല. അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ടുള്ള ഈ ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ അത് ശക്തമായി തന്നെ തങ്ങൾ തിരിച്ചടിക്കുമെന്നും ഇറാൻ നേതൃത്വം, ഇറാൻ ഉപവിദേശകാര്യമന്ത്രി തന്നെ അല്പം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിനീഷൻ ചോദിച്ച അടുത്ത ചോദ്യം, ഒമാനെ എന്തുകൊണ്ട് ഇതിലേക്ക് വലിച്ചിടുന്നുവെന്ന്. അതാണ് ഗൾഫ് രാജ്യങ്ങളെയും വലിയ തോതിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ പ്രതികരണത്തിലാണ് ഒമാനെതിരെ വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളെപ്പോലെ പെരുമാറണം, അതല്ല എങ്കിൽ ഒമാനെ പൂർണ്ണമായിട്ട് തകർക്കുമെന്നൊരു മുന്നറിയിപ്പായിരുന്നു ട്രംപിന്റെ പ്രതികരണത്തിൽ വന്നത്. ആ പ്രതികരണ വീഡിയോ US സ്റ്റേറ്റ് വകുപ്പ് പങ്കുവെക്കുകയും ചെയ്തതാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ അല്പം മുമ്പ് US ട്രഷറി വകുപ്പ് ഒമാന് കൂടുതൽ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കി നിർത്തണം, അവിടെ ചുങ്കം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളോട് പ്രത്യക്ഷമോ പരോക്ഷമോ ആയി ഏതെങ്കിലും രാജ്യം അവിടുത്തെ വ്യക്തികളോ സ്ഥാപനങ്ങളോ പങ്കുവയ്ക്കുകയാണെങ്കിൽ അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും, ഉപരോധം ഉൾപ്പെടെയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി US ട്രഷറി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ചർച്ചയെ പൊളിക്കാൻ വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയുടെ 70% ഭൂമിയും കണ്ടെടുക്കാനും അത് പിടിമുറുക്കാനും സൈന്യത്തിന് താൻ നിർദ്ദേശം നൽകിയെന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ലബനാനിലും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്ന ഇസ്രായേൽ നടപടി ഒരുപക്ഷെ ഈ ചർച്ചകൾക്കും ഈ സമാധാന നീക്കങ്ങൾക്കും വലിയ തോതിൽ തന്നെ തിരിച്ചടിയായി മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. വിനിഷ, ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.